എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും മാത്സ് പഠിക്കാനിരിക്കുമ്പോൾ ഒരു പുസ്തകവും ഒരു പെന്നും എടുത്തിരിക്കണം. എല്ലാം മാത്സ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമ്മൾ ആക്ടിവിറ്റി 6 വരെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 7 നോക്കാം. എ ബിസിനസ് മാൻ ഹാവ് 12 measuring vessels of capacity 1 liter, 2 liter, 3 liter, so on 12 liters വരെ ഉണ്ട്. At a time only one measuring vessel can be used and it can be used any number of times. അപ്പോൾ ഒരു ബിസിനസ്മാൻ്റെ കയ്യിലുള്ള ലിറ്റേഴ്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ എന്നിങ്ങനെ 12 ലിറ്റർ വരെ കൊള്ളുന്ന 12 അളവുകളുണ്ട്. ഒരു സമയത്ത് ഏതെങ്കിലും ഒരു അളവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു സമയത്ത് ഏതെങ്കിലും 1 ലിറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരേ അളവ് പാത്രം എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദീസ് മെഷറിംഗ് വെസൽസ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ 12 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്? അപ്പോൾ 12 ലിറ്റർ പാൽ അളക്കണമെങ്കിൽ ഏതെല്ലാം അളവ് പാത്രങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതെല്ലാം ഉപയോഗിക്കാം? 1 ലിറ്റർ ഉപയോഗിക്കാം അല്ലേ? 1 ലിറ്റർ നമുക്ക് 12 പ്രാവശ്യം ഒഴിച്ചാൽ 12 ലിറ്ററായി. പിന്നെ 1 ലിറ്റർ ഉപയോഗിക്കാം. പിന്നെ 2 ലിറ്റർ ഉപയോഗിക്കാം അല്ലേ? 2 ലിറ്റർ 6 ടൈംസ് ഉപയോഗിച്ചാൽ 12 ലിറ്റേഴ്സായി. ഇനി നമുക്ക് 3 ലിറ്റർ ഉപയോഗിക്കാം. 3 ലിറ്റർ 4 ടൈംസ് ഉപയോഗിച്ചാൽ എത്രയായി? 12 ആയി. ഇനി നമുക്ക് 4 ലിറ്റർ ഉപയോഗിക്കാം. 4 3 ടൈംസ് ഉപയോഗിച്ചാൽ 12 ആയി. 5 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. 6 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും. 6 ലിറ്റർ 2 ടൈംസ് ഉപയോഗിച്ചാൽ എന്തായി? 12 ആയി. അപ്പോൾ നമുക്ക് 6 ലിറ്ററും ഉപയോഗിക്കാം. ഓക്കെ, ഇനി 7 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 8 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 9 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 10 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 11 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 12 ലിറ്റർ നമുക്ക് ഉപയോഗിക്കാം. അതായത് 1 × 12 12 കിട്ടും. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഒരു അളവ് പാത്രം, ഒരു മെഷറിംഗ് ലിറ്റർ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് 1ന് നമുക്ക് 12 പ്രാവശ്യം ഉപയോഗിച്ചാൽ 12 ലിറ്ററായി. അതായത് ഇത് 12ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് 12 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് അതായിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ? 12ൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. 12 ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 6 കിട്ടി. 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3 കിട്ടി. 3നെ നമ്മൾ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതുക? പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതേണ്ട മെത്തേഡ് എങ്ങനെയാണ്? ആദ്യം 12 എഴുതി ഈക്വൽ ടു 2 × 2 × 3. അപ്പം 2 × 2 × 3 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന ചോദ്യം വന്നാൽ ഇങ്ങനെ 12 ഈക്വൽ ടു 2 × 2 × 3. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ നോക്കാം. 900 ഈക്വൽ ടു 2 × 2 × 3 × 3 × 5 × 5. Find a number of factors of 900 without using the factors. Explain the method used. അതായത് ഇവിടെ 900ൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര, അതായത് 900ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ ചെയ്ത് നോക്കാണ്ട് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 900നെ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതാം. 900 × 2 × 2 × 3 × 3 × 5 × 5. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നമ്പർ ഓഫ് ടൂസ് എത്ര ഉണ്ട് നോക്കണം. എത്ര ടൂസ് ആണുള്ളത്? 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, എത്ര 3s ആണുള്ളത്? അതും 2 എണ്ണമാണ് ഉള്ളത്. എത്ര 5s ആണുള്ളത്? അതും 2 എണ്ണമാണ്. അത് നമ്മൾ അങ്ങനെ എഴുതി. നമ്മളിങ്ങനെ എഴുതണം. നമ്പർ ഓഫ് ടൂസ് 2, നമ്പർ ഓഫ് 3s 2, നമ്പർ ഓഫ് 5s 2. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാൻ ഈ 2ൻ്റെ കൂടെ നമ്മൾ 1 പ്ലസ് ചെയ്യാം. അപ്പോൾ എത്രയായി? 3 ആയി. അതേപോലെ ഈ 2ൻ്റെ കൂടെയും 1 പ്ലസ് ചെയ്യാം. അപ്പം അതും 3 ആയി. ഇനി ഈ 2ൻ്റെ കൂടെ 1 പ്ലസ് ചെയ്യാം. അപ്പോൾ അതും 3 ആയി. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 3 × 3 9, 9 × 3 27. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ ആ ബോക്സ് വരച്ച് 1s 2s 3s എന്നൊന്നും എഴുതാണ്ട് നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2s എത്രയാണ്, 3s എത്രയാണ്, 5s എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. അതിനോടെല്ലാം നമ്മൾ 1 ആഡ് ചെയ്യുക. ആഡ് 1, എന്നിട്ട് ആ കിട്ടിയ ആൻസർ നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും. ഓക്കെ, സ്കൂൾ. ദ പ്ലാൻ ഓഫ് മിത്ര സ്കൂൾ പ്രിമിസസ് ഈസ് ഗിവൺ ബിലോ. മിത്രൻ്റെ സ്കൂളിൻ്റെ ഒരു പ്ലാനാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്? വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, ഓക്കെ, വെൽ, കിച്ചൺ, ഓഫീസ്, ലൈബ്രറി, ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. എ, മിത്ര ആൻഡ് ഹെർ ഫ്രണ്ട്സ് യൂസ് വാട്ടർ ഫ്രം ദ സ്കൂൾ വെൽ ഫോർ വാട്ടറിങ് ദ വെജിറ്റബിൾ ഗാർഡൻ. അപ്പോൾ മിത്രയും അവളുടെ ഫ്രണ്ട്സും വെജിറ്റബിൾ ഗാർഡൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള കിണറിൽ നിന്നാണ് വെള്ളം കോരുന്നത്. വാട്ട് ഈസ് ദ മിനിമം വാക്കബിൾ ഡിസ്റ്റൻസ് ഫ്രം ദ വെൽ ടു ദ വെജിറ്റബിൾ ഗാർഡൻ? അപ്പം വെല്ലിൽ നിന്ന് വെജിറ്റബിൾ ഗാർഡനിലേക്കുള്ള ദൂരം എത്രയാണ്? അപ്പോൾ വെൽ എവിടെയാണ്? വെൽ കിണർ ഇവിടെയാണ്. ഇവിടുന്ന് നടന്ന് ഇത്രയും ദൂരം നടന്നാലാണ് വെജിറ്റബിൾ ഗാർഡനിലെത്തുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ മെഷർമെൻ്റ് ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാനും? വെല്ലിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് 3.68. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം, 3.68. ഇനി എന്താണ്? അവിടെ നിന്ന് ഡൈനിങ് ഹാൾ വരെ 16.5. 16. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, 16 ഇവിടെയാണ് 0.5. ഓക്കെ, 16.5. ഇനി ഇവിടെ നിന്ന് 2.75 മീറ്റേഴ്സാണ് വെജിറ്റബിൾ ഗാർഡനിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻറ്റ് കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഡെസിമൽ പോയിൻറ്റ് കറക്റ്റ് വരുന്ന വിധത്തിൽ എഴുതണം, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിൻ്റൊക്കെ കറക്റ്റ് ചെയ്ത്, ഇനി 0 ഇല്ലാത്തതിന് 0 ഒക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. 16.5 എന്നുള്ളത് 16.50 എന്ന് എഴുതാം. ഓക്കെ, 8. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 8 + 5 13. അതിൽ 1 നമ്മൾ ഇതിനോട് ആഡ് ചെയ്തു. 1 + 6 7, 7 + 5 12, 12 + 7 9. ഓക്കെ, ഇനി 1 + 3 4, 4 + 6 10, 10 + 2 12. ബാലൻസ് 1, 1 + 1. അപ്പോൾ ഇത്രയാണ് വാക്കബിൾ ഡിസ്റ്റൻസ്, 22.93. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 28.56 meters of metal wire is needed to fence one round the square shaped vegetable garden. What is the length of one side of the vegetable garden? ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ പിന്നെ ഫെൻസ് ചെയ്യാൻ എത്ര വേണം? 128.56 meters മെറ്റൽ വേണം. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ ആണ് നമ്മളോട് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ തന്നത്? ഇറ്റ്സ് എ സ്ക്വയർ ഷേപ്പാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പാണ് കണ്ടാലും അറിയാം അല്ലേ? ഇതൊരു സ്ക്വയർ ഷേപ്പാണ്. ഇത് മൊത്തത്തിലുള്ള, അതായത് ചുറ്റുമുള്ള, അതായത് പെരിമീറ്റർ. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് എന്താണ്? പെരിമീറ്ററാണ്. 28.56 meter. Needed to fence one round of the square shaped vegetable garden. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കാണുക? 4 into സൈഡ് അല്ലേ? അതാണ് ഇത്. 4 into സൈഡാണ് ഇത്. മനസ്സിലായല്ലോ? 4 into സൈഡ്, ദാറ്റ് ഈസ് പെരിമീറ്റർ ആണ് ഈ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളോട് കാണുന്നത് ഈ സൈഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ പെരിമീറ്ററിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ഒരു സൈഡ് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ 4 into സൈഡ് ഈക്വൽ ടു 28.56. സൈഡ് ഈക്വൽ ടു 28.56 ഡിവൈഡഡ് ബൈ 4. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7.14. അപ്പോൾ ഒരു സൈഡ് എത്രയാണ്? 7.14 മീറ്റർ എന്നിട്ട് കൊടുക്കുക, മീറ്റർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ PTA മീറ്റിംഗ് ഡിസൈഡഡ് ടു പേവ് ടൈൽസ് ഇൻ ദ ഡൈനിങ് ഹാൾ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഡൈനിങ് ഹാൾ?
അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാൾ ഒന്ന് പോയി നോക്കാം. ഡൈനിങ് ഹാളിൽ എന്താണ് 16.5 മീറ്റർ ലെങ്ത്തും ഉണ്ട്, 3.5 മീറ്റർ ബ്രെഡ്ത്തും ഉണ്ട്. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ഡൈനിങ് ഹാളിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. ഡൈനിങ് ഹാളിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എങ്ങനെയാണ് കാണുക? L ഇൻറ്റു B, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്യാം. ഇവിടെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 16.5 മീറ്റർ ഇൻറ്റു 3.5 മീറ്റർ. ഓക്കെ, 5 ഇൻറ്റു 5 25, ബാലൻസ് 2 ഇവിടെ ഇട്ടു. 6 ഇൻറ്റു 5 30, 30 പ്ലസ് 2 32, അഗെയിൻ ബാലൻസ് 3, 5 ഇൻറ്റു 5 5 പ്ലസ് 3 8. ഇവിടെ പോയിൻ്റ് എവിടെ ഇടുക? ഇവിടെയാണ് ഇടുക. ഓക്കെ, 3 ഇൻറ്റു 5 5, ബാലൻസ് 1, 3 ഇൻറ്റു 6 18, 8 ഇൻറ്റു 6 18, 18 പ്ലസ് 1 19. അതിൽ 9 ഇവിടെ ഇട്ടു, ബാലൻസ് 1 ഇതാ ഇവിടെ എഴുതി. 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 1 3, 3 പ്ലസ് 1 4 നമ്മളിവിടെ എഴുതി. അപ്പം നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആഡ് ചെയ്ത് ഇവിടെ എഴുതാം കേട്ടോ, സ്ഥലമില്ല. 5ൻ്റെ 5 ഇട്ടു. 2 പ്ലസ് 5 7, 8 പ്ലസ് 9 17, ബാലൻസ് 1, 1 പ്ലസ് 4 5. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഡെസിമൽ പോയിൻ്റ് എവിടെ ഇടും? ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വൺസിൻ്റെ പ്ലേസിൽ നിന്ന് 2 പ്ലേസ് മാറ്റിയിടണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 57.75 മീറ്ററാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിൽ നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. ക്വസ്റ്റ്യന് ഓരോന്നെടുക്കുക, അതിനെ പറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പം തെറ്റിയാലും നമുക്ക് വേഗം ഓർമ്മ ഉണ്ടാവും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്താണ് എനിക്ക് തെറ്റിപ്പോയതെന്ന്. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ മാത്സിൽ കിട്ടും. അതായത് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. നമ്പേഴ്സും മാറാമെന്നല്ലാണ്ട് പാറ്റേണിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടുകൂടി പല പാറ്റേണും നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.